കൊന്നിച്ചോ മിനസ നാനോമിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 10 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സത്യം പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് തൊട്ട് സീസൺ 2 ലെവല് വീണ്ടും മുകളിലേക്ക് അങ്ങോട്ട് ഉയരാൻ പോകുവാണ്. എൻ്റെ ഫേവറേറ്റ് ആള ഒരു ആർക്കും ഇനിയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്, നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 9 മണി ആ ഒരു ടൈമിൽ ലൈവ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും ആ ലൈവ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇന്ന് തിങ്കളാഴ്ചയാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതിനോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ സാധിക്കും. സോ പറ്റുന്നവർ എല്ലാവരും തന്നെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്നലെ ദി കിങ് ഓഫ് ദി ഹെൽ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥിരം സപ്പോർട്ടർ നമുക്ക് 200 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഈയനോട്ടെ തൻ്റെ 2 ഷോട്ട്സും നേരെ നിലത്തേക്കിട്ടു. എന്നിട്ട് അവൻ നന്നായിട്ട് മെഡിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു എനർജിയൊക്കെ നന്നായിട്ട് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡീമനിലോട് പുതിയൊരു റിലത്തിലേക്ക് എത്താൻ പോവുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് കുറച്ച് പേര് ഓടി വന്നത്. നിക്കോടെ ആരും മുന്നിലേക്ക് വരില്ലേ? അല്ല, ഡീമനിലോട് എന്ത് സംഭവിച്ചു? ഞങ്ങൾ വലിയ നോയ്സ് കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡീമനിലോട് മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ഇപ്പോൾ മുന്നിലേക്ക് വരില്ലേ? ആ പറഞ്ഞത് ശരിയാണോ? അതെ, നമുക്ക് ആർക്ക് ഇപ്പോൾ അദ്ദേഹത്തിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും പുറകിലേക്ക് പോ. യെസ് മാം. ഇതേ സമയം ഡിവൈൻ ഫിസിഷ്യനായിട്ട് അവളെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവളുടെ പൾസൊക്കെ. അല്ല, എൻ്റെ മോൾക്ക് പെട്ടെന്നാണ് അവൾ ഞെട്ടിത്തരിച്ചു പോയത്. സാർവാങ്, ഇത് കംപ്ലീറ്റ്ലി ഒരു സക്സസ് ആയിരുന്നു. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന റീച്ച് ചെയ്യുന്ന ആ എനർജി കംപ്ലീറ്റ്ലി പോയിരിക്കുന്നു. ശരിയാണോ? അതെ, എന്തായാലും എനിക്കുള്ള ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ എന്തായാലും അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഭാഗ്യം എൻ്റെ കൊച്ചി. അല്ല, നീ വരുന്നതിൻ്റെ കൂടെ? ഇല്ല ഡിവൈൻ ഫിസിഷ്യൻ, എനിക്കറിയാം എൻ്റെ മകൾ താങ്കളുടെ കൂടെ ഇനി സേഫ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് താങ്കൾ ചെല്ലൂ. ബൂൺ, നീ ഒരു കാര്യം ചെയ്യേ, നീ അവളുടെ കൂടെ ചെല്ലൂ. എന്നിട്ട് അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കൂ. അല്ല, അപ്പോൾ അച്ഛനോ? എനിക്കിവിടെ ഒരു വലിയൊരു കടം തന്നെ വീട്ടാനുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ആ നിലവൊക്കെ ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് ഗിയു പറയും ചെയ്യും, ഈ ഒരു ഓറ കംപ്ലീറ്റ്ലി ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ജസ്റ്റിനാണ് ഒന്ന് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷേ സാർവാങ് മാത്രമാണ് കംപ്ലീറ്റ്ലി നോർമൽ ഇട്ടിരിക്കുന്നത്. അദ്ദേഹം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഫൈൻ തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഡീമൻ ലോഡിനെ ഗാർഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയുള്ള ഒരു കാര്യമാണ്. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ എനർജിയും അവൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറുന്ന പോലെ അവർക്ക് തോന്നിയത്. അല്ല, ഇതെന്താണ്? ആ ഒരു എനർജി എല്ലാം തന്നെ അവൻ്റെ ഉള്ളിലേക്ക് കയറുകയാണല്ലോ. അതിനുശേഷം ഇവരുടെ നേരെ മുകളിലേക്ക് ഉയർന്നു. അവൻ്റെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ പാടുകൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി, അദ്ദേഹത്തിൻ്റെ സ്കിൻ. സോ അവനിപ്പോൾ ബോഡി റീകൺസ്ട്രക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതും 2ാമത്തെ തവണയല്ലേ ഞാൻ മൈലോണിൻ്റെ ബോഡി റീകൺസ്ട്രക്ഷൻ നേരിട്ട് കാണുകയാണ്. ഇതേ സമയം തന്നെ ആ ഒരു എനർജി അവനെ കംപ്ലീറ്റ്ലി പൊതിഞ്ഞ് കെട്ടിയിരുന്നു. അതുമാത്രമല്ല, ആ ഒരു എനർജി നന്നായിട്ട് അവിടെ പരക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു പ്രകാശം പോലെ അവിടേക്ക് വന്നത്. ആ ഒരു ഷെല്ലി അവൻ സ്കെഡ് ചെയ്തതിന് ശേഷം ഡിമോണിക് ലോഡായുള്ള യുൻച്വൻ പുതിയൊരു അപ്പിയറൻസിലേക്കാണ് വന്നത്. അവൻ്റെ ബോഡി ഇപ്പോൾ കംപ്ലീറ്റ് പീക്കിലേക്കും എത്തിയിരുന്നു. ഡീമൻ ലോഡിൻ്റെ ബോഡി ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ ഇതിനു മുമ്പ്? കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ചുറ്റിനുള്ള ആ ഒരു എനർജി എന്നെ തന്നെ പീഡിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു തുള്ളി എനർജി പോലും പുറത്തേക്ക് വരുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ഓർഡിനറി ആയുള്ള മനുഷ്യനെ പോലെ അവരുടെ എനർജി അവൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ എനർജീസ് വരെ അവന് കംപ്ലീറ്റ്ലി ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡീമൻ ലോർഡ്, കൺഗ്രാജുലേഷൻസ്. എനിക്ക് എത്രയൊന്ന് ആഗ്രഹമുള്ള എന്നാൽ എനിക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു തരത്തിലേക്കാണ് താങ്കൾ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. ഡീമൻ ലോർഡ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പെട്ടെന്ന് മുട്ടുകുത്തി. ഡീമൻ ലോർഡ്, സർവാങ് പറഞ്ഞോളൂ. അല്ല, താങ്കളിപ്പോൾ പുതിയ റിലത്തിലേക്ക് എത്തിയില്ലേ? സോ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? ആ ഒരു കാര്യത്തിൽ എനിക്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, അതിനർത്ഥം ഒരു ഡ്യൂലല്ലേ? എൻ്റെ പൊന്നു, 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റുമായിട്ട് ഒരു ബാറ്റിലോ? ഇതെനിക്ക് ശരിക്കും കാണണം. അടുത്ത സെക്കൻഡ് ഈയനോട്ടെ തൻ്റെ ആ ഒരു ഹെവൻലി സോഡ് അവൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആക്കി മാറ്റി ആ ഒരു സോഡ് അവൻ നേരെ കൈകൊണ്ട് എടുക്കുന്നുമുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, തീർച്ചയായും. സത്യം പറഞ്ഞാൽ ഞാനത് അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ഡിവൈൻ കളറിൻ്റെ അടുത്തുള്ള ഒരു റീജിയനാണ് കാണാൻ സാധിക്കുന്നത്. പ്ലെയിനുള്ള ഒരു സ്ഥലമായിരുന്നു. ഇതൊരു വലിയ ഡ്യുവൽ തന്നെയായിരിക്കും. അതുകൊണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാളെ പോലും അകത്തേക്ക് കയറ്റാൻ പാടില്ല, പറഞ്ഞത് കേട്ടോ. അതേസമയമാണ് ആ ഒരു ഡ്യുവൽ അവിടെ നടക്കുന്നുണ്ട്.
ഈ ഒരു ഷോക്ക് വേവ് ഇവിടെ വരെയാണ് വരുന്നത്. എനിക്ക് ആ ഫൈറ്റ് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിലാണ്. ഒട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. അവൻ വീണ്ടും അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ ഏതൊക്കെ ഓപ്പണിംഗ് കണ്ടുപിടിച്ചാലും അവരുടെ ഗ്രേറ്റസ്റ്റ് ഉള്ള കോമ്പിനേഷനും ആ ഒരു ഓറയും എല്ലാം കൊണ്ട് അവനത് തടഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ടെക്നിക്കും സ്മൂത്ത് ആയുള്ള കാര്യത്തിലും കംപ്ലീറ്റ്ലി അവൻ മാസ്റ്റർ ചെയ്ത ഒരാളാണ്. സോ ഇതാണല്ലേ വൺ ഓഫ് ദി ഗ്രേറ്റ് 5 മാർഷ്യൽ ആർട്ടിസ്റ്റ്. ഇതേ സമയം തന്നെ അവൻ പറയും ചെയ്യും, അവൻ എന്തായാലും ഞാൻ ആവശ്യത്തിന് സ്ഥലം കൊടുക്കാൻ പാടില്ല, അവൻ കംപ്ലീറ്റ്ലി ഡേഞ്ചറസ് ആണ്. അടുത്ത സെക്കൻഡിൽ ഇവൻ അവൻ്റെ നേരെ റഷ് ചെയ്തു വന്ന് എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺറൈവൽസോടുള്ള ഈജോണുണ്ട് അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുമുണ്ട്. ഇവൻ എൻ്റെ സോഡ് വരെ ഹെവിയറായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ അറ്റാക്കിന് ശേഷം എൻ്റെ സോഡിൻ്റെ വെയിറ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ ശരിക്കും നന്നായിട്ട് തന്നെ എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാനിത് ഒരൊറ്റ അറ്റാക്കിൽ തീർക്കണമെന്നുണ്ട്. അവനൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ഇവൻ്റെ ശരീരം തന്നെ രണ്ടായിട്ട് മുറിഞ്ഞ് പോകും. അല്ല, അതൊരു ആഫ്റ്റർ ഇമേജ് അല്ലേ? അദ്ദേഹം ഡിസപ്പിയർ ആയിരിക്കുന്നു. അച്ഛാ സൂക്ഷിച്ച്! ഇതേ സമയമായിരുന്നു നമ്മുടെ അൺറൈവൽസോടെ തലയുടെ തൊട്ടുപുറകിലേക്ക് ഇവൻ വന്നത്. എന്നാൽ അത്രയും ക്ലോസ് ആയിട്ട് പോലും അവനത് ബ്ലോക്ക് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീണ്ടും നമ്മുടെ ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതും ഒരു ആഫ്റ്റർ ഇമേജ് ആയിരുന്നു. ഇനി എവിടെ നിന്നായിരിക്കും വരാൻ പോകുന്നത്? അതേസമയം ഇവൻ അവൻ്റെ പുറകിൽ വന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവിടെ അവൻ കൗണ്ടർ അറ്റാക്ക് ചെയ്തപ്പോൾ അതും ഒരു ആഫ്റ്റർ ഇമേജ് ആയിരുന്നു. നാശം! വീണ്ടും ഞാൻ ഈ കാണുന്നത് അവനൊരു പീക്ക് റിലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ശരിക്കും വോയിഡ് സ്റ്റെപ്സ് തന്നെയാണ്. അടുത്ത സെക്കൻഡ് ഇവൻ നേരെ അവൻ്റെ നേരെ റഷ് ചെയ്ത് വന്ന് അത് തന്നെ അമേസിംഗ് ഉള്ള ഫോഴ്സാണ് അത് തന്നെ. അങ്ങനെ ആ ഒരു അറ്റാക്ക് അവൻ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ആ സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് പോകുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ഡ്യൂൽ തന്നെയാണോ? കണ്ടിട്ട് തന്നെ പേടി വരുന്നത്. അല്ല, അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സീരിയസ് ഉള്ള ഇഞ്ചുറി? നിങ്ങൾ ശരിക്കും ഡ്രാമാറ്റിക് ആവുകയാണ്. അവർ രണ്ടുപേരും മർഡറസോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഉള്ള ടെക്നിക്കോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ഫോഴ്സസ് അത് നിയർലി അൺബിലീവബിൾ ആണ്. ഡീമലോഡ് ഇതുപോലെ എനിക്ക് തോന്നുന്നത് ഇത് മതിയെന്നാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. താങ്കൾ ഇപ്പോൾ മിസ്റ്റിക് റിലത്തിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. സോ മിസ്റ്റിക് റിലത്തിന്റെ ആ ഒരു എൻഡിൽ താങ്കൾ എന്താണ് പഠിച്ചത്? അല്ല, അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും താങ്കൾക്ക്. ഹേയ്, പേടിക്കണ്ട, ഞാൻ താങ്കളുടെ കീഴിലായിരിക്കും. പക്ഷേ ഞാൻ ഇന്നും വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റിലെ ഒരാളാണ്. ധൈര്യമായിട്ട് ചെയ്തോളൂ. ഞാൻ എന്തായാലും എൻ്റെ സീക്രട്ട് ടെക്നിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും വന്നാൽ അത് യൂസ് ചെയ്യാനും പറ്റുമല്ലോ. എനിക്കും ഇത് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവൻ എൻ്റെ സോഡ് അവൻ്റെ ബ്രേസ്ലെറ്റ് ആക്കി മാറ്റി. അല്ല, അവൻ്റെ സോഡ് അവൻ മാറ്റുകയാണല്ലോ. 2 കാര്യങ്ങളാണ് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത്. 2 കാര്യങ്ങളോ? അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടി. കാര്യം നിലത്തുണ്ടായിരുന്ന ആ ഒരു ഫ്ലോർ മുഴുവൻ ബ്ലാക്ക് ഫ്രോസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. എന്ത് ബ്ലാക്ക് ഫ്രോസ്റ്റോ? ഈ ബ്ലാക്ക് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ഐസിൻ്റെ വൺ ഓഫ് ദി ഷാർപ്പസ്റ്റ് വൺ ഓഫ് ദി സ്ട്രെങ്ത് ഉള്ള ഒരു പോർഷനാണ്. ആ ടൈമിലാണ് എയറിൽ അതേപോലത്തെ സോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ ഒരു ഫ്രോസ്റ്റ് എയറിൽ നിന്നുകൊണ്ടാണ് അത് ഗ്യാദർ ചെയ്യുന്നത്. ഇതെൻ്റെ മോളെ പോലെയല്ല, ഇത് മറ്റൊരു തലത്തിലാണ്. കാര്യം അപ്പോഴേക്കും പല സോഡ്സ് പോലത്തെ ഐറ്റംസ് അവനോടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഡീമൺ ലോർഡ്, ഇത് ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ്. താങ്കൾക്ക് ഒരു ഹോൾ മിലിറ്ററിന് തന്നെ ഇപ്പോൾ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കൊണ്ടതിനെക്കാട്ടും കുറച്ചുകൂടെ സോഴ്സ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്യുന്നത് അത് ഇമ്പോസിബിൾ ഒന്നും അല്ലല്ലോ. ഞാൻ ആ സോഴ്സിൻ്റെ ട്രജക്ടറി എവിടെയാണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. പെട്ടെന്നാണ് ആ സോഡ് അവൻ്റെ അടുത്ത് വന്ന് നിന്നത്. പക്ഷേ അതവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഡീമൺ ലോർഡ്, താങ്കൾ ഇത് എന്ത് കാണിക്കുവാണ്? താങ്കൾ എന്തിനാണ് അത് സ്റ്റോപ്പ് ചെയ്തത്? താങ്കൾ എന്നെ കൊച്ചാക്കി കാണുവാണോ? ഒരിക്കലും അല്ല. എൻ്റെ രണ്ടാമത്തെ കാര്യം ചെയ്ത് കഴിയാൻ നിർത്ത്. എന്ത്? അടുത്ത സെക്കൻഡിലാണ് ഇവൻ അതങ്ങോട്ട് റിലീസ് ചെയ്തത്. ഇതേ സമയം ആ സോഴ്സിൻ്റെ ചുറ്റിനും മറ്റൊരു എനർജി ഫോം ആകാൻ തുടങ്ങി. പിന്നെ കാണുന്നത് ക്ലിയർലി ഒത്തിരിയധികം പ്രോപ്പറുള്ള സോഴ്സ് അവൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ എൻലൈറ്റ്മെൻറ്റ് കൊണ്ട് പഠിച്ചത്. ഇതെന്തായാലും അരമണിക്കൂർ മാത്രമേ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതാ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവനൊരു മാസീവ് അറ്റാക്ക് തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. നാശം! ഇത് ഞാൻ ഒട്ടും വിചാരിച്ചതുപോലെയല്ല. ഇത് കണ്ടിട്ട് 12ഓളം എക്സ്പെർട്സ് അല്ല മാർഷ്യൽ ആർട്ടിസ്റ്റ് ഒരുമിച്ച് തന്നെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. ആ സമയത്ത് അവൻ്റെ കൈ കാലുകളെല്ലാം മുറിയാനായിട്ട് തുടങ്ങി. ഇതെനിക്ക് ശരിക്കും ഭ്രാന്താകുന്നുണ്ട്. നമ്മൾ എന്താണ് ഈ കാണുന്നത്? മിസ്റ്റർ വാങ്ങിപ്പോൾ പുഷ് ബാക്ക് ചെയ്യപ്പെടുമല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അച്ഛൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു, അതും ബ്ലോക്ക് ചെയ്തുകൊണ്ട്. ആ സോഴ്സിനെ ഫിസിക്കലുള്ള ഫോമിലേക്ക് എത്തിച്ചെന്ന് മാത്രമല്ല, ആ ഓരോ സോഴ്സും യൂസ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയുള്ള ടെക്നിക്കാണ്.
അതൊട്ടും തന്നെ നിസ്സാരമല്ല. ഓരോ സോഡും ഇങ്ങനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഡ് ക്യൂ എന്ന് പറയുന്നത് ഡീമലോഡ് താങ്കൾ ഓൾറെഡി മനുഷ്യൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നല്ലേ. ഈ അറ്റാക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ. എനിക്കെൻ്റെ സീക്രട്ട് ടെക്നിക്ക് യൂസ് ചെയ്യാൻ ഒരു ചാൻസ് പോലും കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ലൈറ്റ് ഓപ്പണിംഗ് കൊടുത്താൽ തന്നെ അവൻ എന്നെ കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. ഇത് ഞാൻ ഒട്ടും വിചാരിച്ചതുപോലെയല്ല. ഇതിനൊരു അവസാനമില്ലേ? ഇത് എപ്പോഴാണ് ഇത് തീരാൻ പോകുന്നത്? ഡീമലോഡ് നിർത്ത്. പെട്ടെന്നാണ് അവൻ്റെ കൺമുമ്പിൽ വന്ന് ആ സോഡ് നിന്നത്. ഒന്നല്ല, ആ ഒരു 12 സോഡ്സും. പെട്ടെന്ന് അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹെവൻലി സോഡ്സ് നേരെ നിലത്തേക്കിട്ടു. അല്ല, ഇനിയും കണ്ടിന്യൂ ചെയ്യണോ? എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടു അങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് അവൻ പതുക്കെ എഴുന്നേറ്റു. ഡീമൺ ലോഡ്, ഇതെൻ്റെ തോൽവിയാണ്. എന്ത്? മാസ്റ്റർ വാങ് തോൽവി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു? ഡീമൺ ലോഡ്, അതിനർത്ഥം പെട്ടെന്നാണ് അവരെല്ലാവരും ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. കാര്യം, ദ ഡീമൺ ലോഡായുള്ള ഇയോൺ ചിയോൻ ഇപ്പോൾ വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളായി മാറിയിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജിങ്സുകളുള്ള ഒരു 3 പീക്ഡ് മൗണ്ടൻസ് ആണ്. അവിടെയായിട്ട് ഒരു കൾട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞത് ലീബേക്കിൻ്റെ ആ ഒരു പോയ്സൺ ഇൻസെക്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണോ? അതെ, അവൻ ബാക്കി വെച്ച കാര്യം നീ റിട്രീറ്റ് ചെയ്യേണ്ടി പോയിരുന്നല്ലോ, അതെന്തായി? എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പോയിരുന്നു, പക്ഷേ ഫെയിൽഡായി. പെട്ടെന്നാണ് അവന് ദേഷ്യം വന്നത്. നീ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? നീ എൻ്റെ ബ്രദറിൻ്റെ ബോഡിയും തിരിച്ചു കൊണ്ടുവന്നില്ല, എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. അത് മാത്രമല്ല, ഞങ്ങളുടെ ബോഡി റിട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ആരുടെയും ബോഡി, ഈവൻ ബ്ലേഡ് മാസ്റ്റേഴ്സിൻ്റെ ബോഡി പോലും. എന്ത് നീ പറയുന്നത്? നമ്മുടെ ഇന്ത്യർസിലുള്ള 180 പേരെ ഒറ്റയടിക്ക് കാണാതായെന്നാണോ? അല്ല, എല്ലാവരെയുമല്ല, കൃത്യമായി പറഞ്ഞാൽ 105 ബോഡീസാണ് നമുക്ക് കിട്ടാതെയുള്ളത്. ബാക്കിയുള്ളതെല്ലാം ബ്ലൂ ഹെവൻ സൊസൈറ്റിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ബ്ലൂ ഹെവൻ സൊസൈറ്റിയോ? അവരെപ്പോൾ തൊട്ടാണ് ഇവിടേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്? ഞാൻ കേട്ടത് വെച്ച് അവരുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് മറ്റാരോ ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റാരോയാ? ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ ഇത്ര ധൈര്യം കാണിക്കുന്നത്? ഒരാളെപ്പോലും ഞാൻ വെറുതെ കൊടുത്തില്ല. എൻ്റെ ബ്രദർ മരിച്ചത് എന്തായാലും വെറുതെ ആകത്തില്ല. അവൻ ബാക്കി വെച്ചത് എന്താണെന്ന് നമ്മൾ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കണം. താങ്കളൊന്ന് കാം ഡൗൺ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്ക്. ദി ബ്ലേഡ് മാസ്റ്റർ ഇത് ഡയറക്റ്റ്ലി താങ്കൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് തന്നതാണ്. ഈ മെസ്സേജ് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത സെക്കൻഡ് ആ ഒരു മെസ്സേജ് അവിടേക്ക് പാഞ്ഞു വന്ന് അവനടുത്ത് പിടിക്കുകയും ചെയ്യും. സോ ഗ്രാൻഡ് പ്ലാനിൻ്റെ 3rd പാർട്ടാണോ ഇത്? അതിനുശേഷം അവനത് തുറന്ന് നോക്കുന്നുണ്ട്. ടോങ്സു കൺട്രി, അല്ല ഇതാ സ്ഥലമല്ലേ? സോ ഞാൻ വിചാരിച്ച സ്ഥലത്ത് വെച്ചല്ല 3rd പാർട്ട് നടക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും എന്താ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിട്ട് കുറച്ചധികം നാളായി. ഇനി എന്തായാലും എനിക്ക് അതെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ ആ ഒരു നോർത്തേൺ ബ്രാഞ്ചാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഡിവൈൻ ഫിസിഷ്യൻ നല്ല കരച്ചിലായിരുന്നു. എൻ്റെ മോളെ, നീ മരിച്ചു പോയില്ലേ, നീ ഇങ്ങനെയാണ് തിരിച്ചു വന്നു പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അവൾ നല്ല കരച്ചിലായിരുന്നു. അവൾക്ക് എന്തായാലും നല്ല സങ്കടമുണ്ടെന്ന് തോന്നുന്നു. ആ നാറുകൾ ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലുള്ള ആ നോയിൻ്റെ മക്കൾ കാരണമാണ്. ഞാൻ ഒരിക്കലും നിന്നോടൊന്നും പൊറുക്കത്തില്ലടാ. ഡിവൈൻ ഫിസിഷ്യൻ, നിന്റെ ദേഷ്യം ഞങ്ങളുടെ കൾട്ടിന് വേണ്ടി ആളി കത്തട്ടെ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന മെയിൻ ബേസിലുള്ള ആ ഒരു മെഡിസിൻ ഹാളാണ്. യുഗുൻ, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം എൻ്റെ മുടി തിരിച്ച് ഒറിജിനൽ കളറിലേക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു കിളവിനെ പോലെ ഉണ്ടല്ലേ? കിളവിനെ പോലെയാ? നീ എന്താണ് ഈ പറയുന്നത്? നീ ഒരു സുന്ദരിയാണ്, ഒരു പൂവിനെ പോലെ. ഈ സ്ഥലത്ത് തന്നെ നിന്നെ കണ്ട് സൗന്ദര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നാണം. മൈലോ, നീ ഇത് കാണുന്നുണ്ടോ? നമ്മുടെ കൊച്ച് എന്ത് സുന്ദരിയാണെന്ന് നോക്കണേ. അതിനു മുമ്പ് എനിക്കറിയാം ഇതൊരു മെഡീറിയൻ കൊളാപ്സിൻ്റെ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയാണെന്നാണ്. പക്ഷേ അവൻ എൻ്റെ കൊച്ചിനെ തൊട്ടതാണ്. ഇനി എനിക്ക് മാരേജിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കാനും പറ്റത്തില്ല. ഡീമലോട് അത്ര മോശമൊന്നുമല്ല, അദ്ദേഹം ശരിക്കും നല്ലൊരാളാണ്. ഈവൻ എൻ്റെ മരുമകനാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരാളും അദ്ദേഹം തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, അവൻ എന്തായാലും എൻ്റെ മകളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. പക്ഷേ എങ്കിലും യുഗൻ, ഞാൻ പറയാൻ പോകുന്നത്, അച്ഛാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഡീമലോഡിൻ്റെ ഫ്രണ്ട് അച്ഛൻ തോറ്റുപോയേ? നിന്നോടാരാണിത് പറഞ്ഞത്? ആ ഒരു ഹിയോപോങ് എന്ന് പറയുന്ന ആ കുരങ്ങൻ്റെ കാര്യം. അച്ഛാ, ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. എന്താണ്? താങ്കളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡീമലോഡിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇവളെന്താണ് ഈ പറയുന്നത്? ഇവളിങ്ങനെ പറയുന്ന ഒരാളല്ലല്ലോ. അല്ല, ഞാനത് തോറ്റുകൊണ്ടാണോ? ഒരിക്കലും അല്ല.
അതിനെന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കേട്ടിരുന്നു ഈ ഹ്യൂബോങ്ങും പിന്നെ ബ്രദറൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഫിയാൻസി ഉണ്ടായിട്ട് കൂടി അദ്ദേഹം എന്നെ രക്ഷിക്കാനായിട്ട് ചെയ്തത്. ഒരു ഫിയാൻസി ഉണ്ടായിട്ട് കൂടി ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും നിസ്സാരമായൊരു കാര്യമല്ല. അതിന് ശരിക്കും ബ്രേവ് ആയിരിക്കണം. നീ അതൊന്നും ചിന്തിക്കൊന്നും വേണ്ട. നീ വിചാരിക്കുന്നതല്ല, എല്ലാ ആമ്പിള്ളേരും അത്ര ലോയലൊന്നുമല്ല. ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതല്ലേ, അച്ഛനൊരാണല്ലേ. പക്ഷെ ഞാൻ അവരെ പോലെയൊന്നുമല്ല. അത് തന്നെ, അച്ഛൻ ഡിഫറൻ്റ് ആണ്. പിന്നെ അച്ഛന് ചെറുതായിട്ട് എന്തോ ഒരു കാര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അതെന്താണ്? ഞാൻ ഡീമലോഡിനെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. പകരം അദ്ദേഹം എന്നെ മരണത്തിൽ നിന്ന് തിരിച്ച് രക്ഷിച്ച ഒരാളാണ്. ആ ഒരു ഫേവർ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അല്ല, നീ പറഞ്ഞു വിടുന്നത്? അതെ, ഞാൻ ഡിവൈൻ കൾട്ടിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു കടം തീർക്കാനായിട്ട്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് കിട്ടിയത് നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന്. യുഗൺ, നീ ഇപ്പോൾ പറയുന്നതിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, ഹീൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ കൂടി ഒരാൾ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതാണ്. സോ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിക്കുന്നത് ഞാൻ ജിങ്ഹുവിലെ ഒരു സ്ത്രീയാണ്. ഒരാൾ എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കെട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഫിയാൻസി ഉണ്ട്. അതിനെന്താണ്, ആൾക്കാർ ഫിയാൻസി ഉണ്ടായിട്ട് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. നീ എൻ്റെ മകളാണ്, ദി വാങ് ജിയോൻ്റെ മകൾ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരാഗ്രഹമില്ലെന്ന്. എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യാനും പോകുന്നില്ല. നീ എന്നെ നേരെ ചൂടായോ? അല്ല, ഇനി ഞാൻ അവനെ കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരാണ്, എന്താണ്, അവൻ എങ്ങനത്തുള്ള വ്യക്തിയാണ്, എന്തെങ്കിലും എനിക്കറിയാവോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ, ശരിയാണ്. അത് മാത്രമല്ല, അച്ഛനും ബ്രദറും എൻ്റെ കൂടെ തന്നെ കാണണം. എന്ത്? അച്ഛൻ വാക്ക് തന്നതാണ്, അമ്മക്ക് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെയും എൻ്റെ ബ്രദറിനെയും അച്ഛൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. എനിക്കറിയാം, ഓർത്തഡോക്സും അൺഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊരു അവസാനം വേണ്ടേ? ഇപ്പോൾ ഈ കൾട്ടിനെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ചാൻസ് ആണ്. എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രൈഡിനൊന്നും സംഭവിക്കാതെ ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ അവൾ ചേർക്കാൻ നോക്കുകയാണല്ലേ. മൈ ലവ്, നമ്മുടെ മകൾ ശരിക്കും വലുതായിരിക്കുന്നു. യുഗൻ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കിപ്പോൾ വലിയൊരു കടം തന്നെയുണ്ട്. കല്യാണം, ഫിസിക്കൽ റിലേഷനും എല്ലാം പിന്നേതാണ്. നീ ഏതാണ് പറയുന്നെങ്കിൽ ഞാൻ എന്തായാലും അതിന് എതിരെ നിൽക്കാനായിട്ട് പോകുന്നില്ല. ഡീമലോഡിനോട് ഞാൻ പറയാം. പിന്നെ ഡീമലോഡിന് ഞാൻ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞോളാം. അതോടെ നിൽക്കട്ടെ. അല്ല, പറയാൻ പറ്റത്തില്ലല്ലോ, ഇനി എങ്ങാനും എനിക്ക് ആ സമയത്താണ് അവൾ ചെറുതായിട്ട് നാണം കൊടുങ്ങുന്നത്. മൈലോ, ഇവൾ ശരിക്കും നമ്മുടെ കൊച്ചു തന്നെയാണല്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടുത്തെ ആ ഒരു തേർഡ് ഗസ്റ്റ് ഹാളാണ്. മൈലോഡ്, ഡിവൈൻ ഫിസിഷ്യൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റിയലി താങ്ക്സ്. അതായത് ഇയോൺ ചിയോൺ ആ ഒരു ഡ്രാഗൺ സ്ട്രൈക്കർ ക്ലോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡിവൈൻ ഫിസിഷ്യൻ്റെ ഫോർമൽ കൾട്ട് ലീഡറിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ സിംറ്റംസും അവൻ്റെ ഐഡന്റിറ്റിയും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. അവൻ്റെ ശരീരത്തുണ്ടായിരുന്ന എല്ലാ അബ്നോർമാലിറ്റിനെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ സ്കാൻ ചെയ്ത കാര്യങ്ങളെ എല്ലാത്തിനും പറ്റി വിശദമായി പറഞ്ഞതിന് ശേഷം നമ്മുടെ ഡിവൈൻ ഫിസിഷ്യൻ പറഞ്ഞത് അത് ഹെഡിലെ ആർട്ടറിയിലെ ഒരു പ്രശ്നമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ്. അതുകൊണ്ട് പുള്ളിക്കാരി തന്ന ആ ഒരു നോട്ടിൽ അവരുടെ കയ്യിലില്ലാത്ത മെഡിക്കൽ ഹെർബ്സ് ഒക്കെ എടുക്കാനായിട്ട് അവള് പറഞ്ഞു വിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പോയ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും നല്ലതായില്ലേ, കുഴപ്പമൊന്നുമില്ല. ഡിമലോഡ്, എന്തായാലും കൺഗ്രാജുലേഷൻസ്. താങ്കൾ ഇപ്പോൾ വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റിൽ ഒരാളാണ്. താങ്ക് യു എൽറിയോൺ. ഇപ്പോൾ എന്തായാലും മെഡിക്കൽ ഹെൽപ്സ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഡിവൈൻ ഫിസിഷ്യൻ്റെ കാര്യം ഒന്ന് നോക്കണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് കൾട്ടിലേക്ക് തിരിച്ചും പോകണം. ഡിമലോഡ്, കൾട്ടിലെ ഒരു മെമ്പറോടേക്ക് എത്തിയിട്ടുണ്ട്. അതെയോ? അകത്തേക്ക് വിട്. അപ്പോഴാണ് ഒരാളെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇയോണാട് അവനെ അറിഞ്ഞുകൂടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയും ചെയ്യും, ഞാൻ ദി ഗ്രേറ്റ് ഹെവൻലി ഡിമോണിക് ഡീമൺ കൾട്ടിലെ ഡീമൺ ലോഡിനെ ഗ്രീറ്റ് ചെയ്യുന്നു. നീ ആരാണ്? എന്താണ് വേണ്ടത്? ഞാൻ ഡാർക്ക്നെസ് സെറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എൽഡർ ഹ്വാനാണ് എന്നെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. എൽഡർ ഹ്വാനോ? ഡാർക്ക്നെസ് സെറ്റ് എന്നല്ല അവൻ പറഞ്ഞത്. അതിനർത്ഥം അതെന്തോ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാര്യം നോർമലി പറയുന്നത് ഫാനം സെക്ട് എന്നല്ലേ. അതിനുശേഷം അവരുടെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് പറയുകയും ചെയ്യും, മൈലോഡ്, അവരിപ്പോൾ ദി ഗ്രേറ്റ് 10,000 മൗണ്ടൻസിലേക്ക് എത്താറായിട്ടുണ്ട്. അവരോ? പിന്നെ കാണിക്കുന്നത് ഡിവൈൻ ഫിസിഷ്യനെ പിന്നെ ആ ഒരു കൈക്കുഞ്ഞിനെയാണ്. സൂക്ഷിച്ച് ആ കോഫിന് ഡാമേജ് ഒന്നും വരുത്തല്ലേ. നമ്മുടെ ഇയോൺ ചിയോന് ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് കൾട്ടിലേക്ക് പോകാനാണ് ഇരുന്നെങ്കിൽ കൂടിയും ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ആ ഒരു വിസിറ്റർ കാരണം തന്നെ അവൻ നേരെ കൾട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ. അല്ല, ഡീമലോഡോ? അതേ, ഇപ്പം മാസ്റ്റർ വാങ്ങിനെ പിന്നെ എൽഡർ ഇയോനെ എൽഡർ യാങ്ങിനെ കാണാൻ പോയിരിക്കുവാണ്. മാസ്റ്റർ വാങ്ങിനോ? കല്യാണക്കാര്യം വല്ലതും ആണോ? ഗിയു, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നാശം, ഞാൻ എന്തിനാണ് ഈ പേടിക്കുന്നത്? അദ്ദേഹത്തിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പോലെ തന്നെ അങ്ങനെ നിന്നാൽ മതി. ഞാൻ പ്രണയിക്കുന്ന ഒരേ ഒരു വ്യക്തിനെ. അല്ല, ഇത് തികച്ചും അൺബലീവബിൾ ആണ്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അൺറൈവൽ സോണിൻ്റെ 2 മക്കളും അതേ
ഇപ്പോൾ കൾട്ടിൽ കയറാൻ വേണ്ടി ചോദിക്കുന്നു. ലോർഡ് വാങ് ജോൺ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ ഒരു റിക്വസ്റ്റ് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എൻ്റെ മകളെ രക്ഷിച്ചതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് എനിക്ക് എന്തായാലും റീപേ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് മാരേജ് തൊട്ട് അദ്ദേഹം മുന്നേക്ക് വരുമെന്നാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ കൾട്ടിൽ കയറാനായിട്ട് ആ ഹോൾ ഫാമിലിനെ വോളണ്ടിയർ ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും ഗ്രേറ്റ് ആണ്. ഇത് ഞാൻ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ആ ഒരു ഡ്യുവലിന് ശേഷം മാരേജിനെ പറ്റി പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇനിയെങ്ങാനും അത് അവൾ കാരണമായിരിക്കുമോ? ഡീമലോഡ്, മാരേജിൻ്റെ കാര്യം നമുക്ക് തൽക്കാലം പിന്നെ സംസാരിക്കാം. അത് മാത്രമല്ല, അതിപ്പോൾ നമ്മൾ റഷ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരസ്പരം ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ലേഡി വാങ്ങിൻ്റെ ഐഡിയ ആയിരുന്നല്ലേ ഇതെല്ലാം തന്നെ. പക്ഷേ എൻ്റെ കൾട്ടിലേക്ക് ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അവൾ ശരിക്കും ഡിഫറൻ്റ് ആയുള്ള ഒരു വുമൺ തന്നെയാണല്ലേ. ഓക്കെ, ദി അൺറയൽസോടുള്ള വാങ് ജോൺ എൻ്റെ കളിയിൽ ചേരാൻ പറയാൻ നേരത്ത് ഞാൻ എങ്ങനെയാണ് അത് വേണ്ടതെന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. വെൽക്കം ടു അവർ കൾട്ട്. താങ്ക് യു ഡീമലോഡ്, താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞത് ഡീമലോഡ്, ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് താങ്കൾക്ക് എപ്പോഴും ഉണ്ട്. ഡീമലോഡ്, കൺഗ്രാറ്റുലേഷൻ, അൺറയൽസോട് താങ്കളുടെ കൂടെ കയറിയിരിക്കുന്നു. ഇത് ശരിക്കും വലിയൊരു ഡീൽ തന്നെയാണ്. ഇനി ഓർത്തഡോക്സ് ഫ്രാക്ഷനും അൺഓർത്തഡോക്സ് ഫ്രാക്ഷനും ഒന്ന് ഞെട്ടും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുപോയി. അവരെല്ലാവരും ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിലേക്ക് തിരിച്ച് പോകുകയായിരുന്നു. മൈലോഡ്, എനിക്ക് തോന്നുന്നു അവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ കട്ടിൽ എത്തുമെന്നാണ്. 2 ദിവസമോ? അല്ല, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. മൈലോഡ്, നമ്മൾ എത്ര ധൃതി വെച്ചാലും അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും വേണ്ടി വരും. 3 ദിവസമോ? അപ്പോൾ എനിക്ക് മാർഗങ്ങളൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടേക്ക് പോകാം. ഡിമലോഡ്, എന്തെങ്കിലും പറ്റിയോ? നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത കുറച്ചധികം ഗസ്റ്റ് കൾട്ടിലേക്ക് വരുന്നുണ്ട്. ഇൻവൈറ്റ് ചെയ്യാത്തതോ? അതാരാണ്? ഡീമലോഡ്, എങ്കിൽ ഞാൻ താങ്കളോട് വരാം. വേണ്ട, നീ ഇവരുടെ കൂടെ തന്നെ നിന്ന് ഇവരുടെ കൂടെ തന്നെ വന്നാൽ മതി. ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എങ്കിലേ എനിക്ക് ഫാസ്റ്റല്ലേ മൂച്ചിനായിട്ട് സാധിക്കത്തുള്ളൂ. ഡീമലോടെന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാനോടൊന്ന് ഇറങ്ങിയിരുന്നു. അല്ലേ എൽഡർ, അദ്ദേഹം ഇത്ര പെട്ടെന്ന് അവിടേക്ക് പോകാനായിട്ട് ആരാണ് ഈ വരുന്നത്? എനിക്കും വലിയ പിടുത്തമില്ല. പക്ഷേ പബ്ലിക്കിനോട് പറഞ്ഞിരിക്കുന്നത് ഡീമലോഡ് ഇപ്പോഴും ഐസൊലേറ്റഡ് ട്രെയിനിങ്ങിലാണെന്നാണ്. അദ്ദേഹം തന്നെ ഗ്രീറ്റ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരാളായിരിക്കണമല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ദി ഗ്രേറ്റ് 10,000 മൗണ്ടൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അവിടേക്ക് ഇയോണ് എത്തിയിരുന്നു. ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ മെയിൻ കൾട്ടിലേക്ക് എത്തും. 2 ദിവസം നിർത്താതെ റെസ്റ്റ് പോലും ഇല്ലാതെ ഇവിടേക്ക് വന്നത് എന്തായാലും ഉപകാരമായി. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ച് അവിടെ നിന്നത്. അല്ല, ഞാൻ കുറച്ചധികം പ്രസൻസ് സെൻസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെയാണ് കുറച്ചധികം പേര് അവിടേക്ക് വരുന്നത് കാണിച്ചത്. അത് ഈ റോയൽ ഫാമിലിയുടെ ക്രിസ്റ്റല്ലേ. പക്ഷേ അവരെന്താണ് പാലസ് വിട്ട് ഇവിടെ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. ആ കാണുന്നവരെല്ലാവരും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടത് അത് അവനാണ്. അവൻ അറ്റ്ലീസ്റ്റ് എവല്യൂഷനിൽ റിലത്തിലാണുള്ളത്. പിന്നെ അവൻ്റെ കൂടെയുള്ളവനും അവനെ കണ്ടിട്ട് സുപ്രീം പീക്കിലാണുള്ളത്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ഒന്നെങ്കിൽ ഫസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എയർലി പീക്കിലാണ്. ഞാനോ സൂമിൻ ചെയ്യും. ആ ഒരു മിഡിൽ ഏജ് മാൻ അവൻ എന്തായാലും സ്കിൽഡാണ്. മാർഷൽ ആർട്ടിസ്റ്റിലും പിന്നെ വാറിലെ എക്സ്പീരിയൻസും അവനുണ്ട്. പക്ഷേ രണ്ടാമത്തെ അവൻ കുറച്ച് സ്ട്രേഞ്ച് ആണ്. അവനൊരു ഹയർ റാങ്കിങ് ഒഫീഷ്യൽ ആണെങ്കിൽ കൂടി അവൻ മേർലി ഒരു സോൾജറിൻ്റെ അത്ര മാത്രമേ ഉള്ളല്ലോ. അതിലുപരി പറയേണ്ടത് അവരെല്ലാവരും ഗാർഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തിനെ പറ്റിയാണ്. അവൻ മാർഷൽ ആർട്സോ അങ്ങനെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. അല്ല, അവൻ ആരായിരിക്കും? പിന്നെ കാണിക്കുന്നത് ദി ഹെവൻലി ഡിമോൺ കൾട്ടിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ്. എൽഡർ ഹുവാനാട്ടെ നല്ല ടെൻഷനിലായിരുന്നു. പെട്ടെന്നാണ് അവനോടേക്ക് വന്നത്. അത് നമ്മുടെ സാർ മായായിരുന്നു. ഡീമലോട് ഇവിടെ എത്തിയില്ലല്ലേ? ഇല്ല. എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തമില്ല. നമ്മുടെ റോയൽ പാലസിലെ ആൾക്കാരാട്ടെ ഇവിടെ എത്താറുമായിരിക്കുന്നു. ഇത് ശരിക്കും മോശമാണ്. പെട്ടെന്നാണ് സാർമ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആരൊരാൾ ഇവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ശരിക്കും ഫാസ്റ്റാണ്. എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അതാരാണ്. ഒന്നെങ്കിൽ അദ്ദേഹം എന്നെക്കാട്ട് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. നാശം, ഇതെന്തിനാണ് ഈ ഒരു സമയത്ത്? ഈ എൽഡർ ഫാൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ. അറ്റാക്ക് ചെയ്യാനട്ടോ? ദേ അവിടേക്ക് നോക്ക്. അവിടേക്കോ? എനിക്കൊന്ന് കാണാൻ. പെട്ടെന്നാണ് എന്തൊന്ന് മാഞ്ഞു പോകുന്ന പോലെ അവന് തോന്നിയത്. നാശം, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നില്ല. അത് മൂവ് ചെയ്യണം. ആരാണത്? ഒരു കാര്യം ചെയ്യും, ബാരിക്കേഡ് എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് കേട്ടോ. ആ സമയത്ത് അവൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് പോകും. നാശം, ഈ സമയത്ത് തന്നെ. വെയിറ്റ് എൽഡർ ഫാൻ, ഒന്ന് വെയിറ്റ് ചെയ്തേ. ആ ഒരു പ്രസൻസ്, അത് ഡീമൻ ലോഡല്ലേ? എന്ത് ഡീമൻ ലോഡോ? അല്ല, അദ്ദേഹം എന്തിനാണ് ഈ വഴി വരുന്നത്? മറ്റു വഴി വരുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അദ്ദേഹം ഇപ്പം എന്താണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്? ആ കാട്ടിൽ നിന്ന് എൻട്രൻസിലേക്ക് 400ഓളം മീറ്റർ ഉണ്ട്. അദ്ദേഹം എന്തായാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ. പക്ഷേ ഇയാളിടയ്ക്ക് പാഞ്ഞ് വരികയായിരുന്നു. അതിനുശേഷം ആ മരത്തിൽ ചവിട്ടി അവ നേരെ ചാടി. ഡീമനിലോട് അദ്ദേഹം എന്താണ് ഈ പ്ലാൻ ചെയ്യുന്നത്? പിന്നെ കാണുന്നത് അവ നേരെ മുകളിലേക്ക് ചാടി വരുന്നതാണ്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് വേർഡ് വോക്കല്ലേ? ഡീമനിലോട് കിൻഗോങ്ങിലെ എല്ലാ തരം ടെക്നിക്സും ഇപ്പോൾ ചെയ്യുന്നു. അദ്ദേഹം ശരിക്കും ഒരു ഹയർ റിലത്തിലേക്ക് എത്തിയിരിക്കുന്നു. 1 മാസത്തിൻ്റെ ഡിഫറൻസ് കൊണ്ട്. പെട്ടെന്ന് അവൻ്റെ സോഡ് എടുത്ത് അവൻ എറിഞ്ഞിട്ട് നേരെ ആ സോഡിൻ്റെ മുകളിൽ കയറി നിൽക്കും. ആ കാണുന്നത്
മൾട്ടിപ്ലേറ്റ് ഫ്ലൈറ്റ് ടെക്നിക്കല്ലേ. അതിനുശേഷം ഇയോണട്ടെ കൾട്ടിലകത്തേക്ക് പോകുകയും ചെയ്യും. ഗ്രാൻഡ് ഗാർഡിയൻ നമ്മൾ എന്തറിയി ചെയ്യേണ്ടത്? എനിക്കും അറിഞ്ഞൂടാ, എനിക്ക് വിശ്വസിക്കാൻ. ബാ, എത്രയും പെട്ടെന്ന് അത് ഇതിനെ ഫോളോ ചെയ്യണം. അടുത്ത സെക്കൻഡിൽ അവനെന്നെ ഫോളോ ചെയ്യാനും തുടങ്ങി. ഇയോണട്ടെ നേരെ പോവുകയാണ്. പെട്ടെന്നാണ് അവനിത് ശ്രദ്ധിച്ചത്. ഗ്രേറ്റ് ഗാർഡിയനും എൽഡർ ഹോനും ഉണ്ടല്ലോ. നേരെ അവൻ നിലത്തേക്ക് ഇറങ്ങി. ടീമിലോട് താഴത്തേക്ക് വരുമല്ലേ. അതിനുശേഷം ഇയോൺ നേരെ നിലത്തേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും അവിടെ എത്തുകയും ചെയ്തു. ഗ്രേറ്റ് ഗാർഡിയൻ ഇതാ ഡീമലോഡിനെ ഗ്രീറ്റ് ചെയ്യുന്നു. എൽഡർ ഹോൻ ഇതാ ഡീമലോഡിനെ ഗ്രീറ്റ് ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിട്ടിരിക്കുമായിരുന്നു? അതെ മൈലോഡ്, നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല, എന്നോട് ക്ഷമിക്കണം. താങ്കൾ ഇത്രയും പെട്ടെന്ന് റെഡിയാകാണ്ടാണ് ഗസ്റ്റിനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ദി ഗ്രേറ്റ് ഹോളാണ്. അവിടെയാട്ടെ എൽഡേഴ്സും ബാക്കിയുള്ളവരും എല്ലാവരും തന്നെ നിപ്പുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഇയോൺ ചിയോൺ അവൻ്റെ 3 ഗാർഡിയൻസുമായിട്ട് മുന്നിലേക്ക് കടന്നു വന്നത്. ഇൻഫീരിയേഴ്സ് എല്ലാവരും തന്നെ ദി ഗ്രേറ്റ് ഡീമൻ ലോഡിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഡീമൻ ലോഡിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. ഐസൊലേഷൻ ട്രെയിനിങ്ങിലായ സമയത്ത് നമ്മുടെ കൾട്ടിനെ നോക്കിയതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള റിമൈനിങ് ഉള്ള എൽഡേഴ്സിനെ 6 സോഴ്സ് ട്രൂപ്പിനെ എല്ലാവരെയും വിളിക്കൂ. നമുക്ക് നോർത്തേൺ ഗേറ്റിലേക്ക് പോകണം. യെസ് സാർ. അതിനുശേഷം കാണിക്കുന്നത് ദി നോർത്തേൺ ഗേറ്റ് ആണ്. ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. പതുക്കെയാണ് ആ കൊടി ഉയർന്നു വന്നത്. അവരെല്ലാവരും തന്നെ അവിടേക്കും എത്തിയത്. അതിലാട്ടെ ആ ഒരു വാരിയർ ഉണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് ഒരു എസ്കോട്ട് വാരിയറാണ്, പക്ഷേ ഇവലോഷ്ടി റിലത്തിലാണുള്ളത്. എന്നിട്ട് അവൻ നേരെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയും ചെയ്യും, സിറ്റിസൺസ് ഓഫ് ദി ഗ്രേറ്റ് മിങ് എംപയർ, ഞാൻ ദി സദേൺ മിലിറ്ററി ജനറലാണ് ഇയോൺ നംകൂൺ. അതുമാത്രമല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് ദി ഗ്രേറ്റ് മിങ് എംപയറിൽ നിന്നാണ്. എന്ത്, സദേൺ മിലിറ്ററി ജനറലോ? ടീമലോഡ്, അതിനർത്ഥം അത് എംബ്രോ യൂണിഫോം ഗാർഡിലെയാണ്. ദി എംബ്രോ യൂണിഫോം ഗാർഡ് ഇതൊരു സീക്രറ്റ് ആയുള്ള ഗാർഡ് ഫോഴ്സാണ്. അത് ഡയറക്റ്റ്ലി നമ്മുടെ എംപയറിനെ സെർവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഈ സദേൺ മിലിറ്ററി ജനറലാണ് അതിൽ സെക്കൻഡ്ലി നിൽക്കുന്നത്. ഇത്രയും വലിയ ഒരു ഹയർ ഗവൺമെൻറ് ഒഫീഷ്യലാണ് ഇപ്പോൾ ഇവിടേക്ക് നേരിട്ട് വന്നിട്ടുള്ളത്. ഇതേ ഇവിടേക്ക് വരാനായിട്ട് ആ ഒരു കരേജിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആരാണ് ഇരിക്കുന്നത്? പെട്ടെന്നാണ് അത് തുറന്നത്. ആ സമയത്ത് ഇയോന് ഒരു പന്തികേട് മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് ഒരുത്തൻ നേരെ പുറത്തേക്ക് നടന്ന് വരുന്നതാണ്. അടുത്ത സെക്കൻഡിൽ അവരുടെ കയ്യിൽ ഒരു മെസ്സേജ് ഉള്ള കാര്യം അവരെല്ലാവരും മുട്ടുകുത്തി. പെട്ടെന്നാണ് അവനത് കാണുന്നത്. ആരും തന്നെ തല കുനിക്കുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദി ഇമ്പീരിയൽ കമാൻഡാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരും മുട്ടുകുത്തി നിൽക്കൂ. എന്നാൽ ആരും തന്നെ മുട്ട് കുത്തിയതുമില്ല. അവരുടെ നോട്ടവും ഒട്ടും മോശമല്ലായിരുന്നു. എനിക്കറിയായിരുന്നു ഈ ഡീമൺ കൾട്ടിലെ ആൾക്കാരിന്ന് അത്ര പെട്ടെന്ന് മുട്ടുകുത്തിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു റിയാക്ഷൻ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീയൊക്കെ എന്ത്? അത് കുഴപ്പമില്ല, നീ ചെയ്യാൻ വന്നത് ചെയ്യൂ, ഓക്കെ. അതിനുശേഷം അവൻ നേരെ മുന്നിലേക്ക് നടന്നു. എന്നിട്ട് നേരെ പറയുകയും ചെയ്യും, ഞാൻ ദി ഗ്രേറ്റ് മിങ് എംപറിൻ്റെ ഓർഡേഴ്സുമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞാനാണ് ജൂ തേഗിയം പ്രിൻസ് ചെങ്. എന്ത്, പ്രിൻസ് ചെങ്ങോ? അതിനർത്ഥം അത് എംപറിൻ്റെ മകനാണെന്നല്ലേ? ഞാൻ ഒട്ടും തന്നെ ഇത് വിശ്വസിക്കുന്നില്ല. ഈ എംപറിൻ്റെ മകൻ ദി പ്രിൻസ് തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നു. പെട്ടെന്നാണ് അവന് ദേഷ്യം വന്നത്. വൃത്തികെട്ടവന്മാരെ, നിനക്കൊക്കെ എത്ര ധൈര്യമുള്ളവരാണ് ഇമ്പീരിയൽ കമാൻഡിന്റെ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്നത്? എന്ത് ധൈര്യമുണ്ട് നിനക്കൊക്കെ? അത് മാത്രമല്ല, പ്രിൻസ് ആണ് അവിടെ നിൽക്കുന്നത്, ദി ഗ്രേറ്റ് പ്രിൻസ്. എന്നിട്ടും എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇയോട്ടെ. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. നീയാണോടെ ഇവിടുത്തെ ഡീമൻ ലോഡ്? അവനെ കണ്ടിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ അത്രയേ ഉള്ളൂ. അവന് മാർഷൽ ആർട്സിൻ്റെ സ്കില്ലും ഇല്ല, ഒരു ഓറോ ഇല്ല, ഒരു കോപ്പും ഇല്ല. നിനക്കറിഞ്ഞൂടെ, സ്പ്രിങ് നിന്നായാലേ അവിടുന്ന് ഒഴുകുന്ന വെള്ളം നന്നാത്തുള്ളൂ. അതുകൊണ്ട് നീ വന്ന് മുട്ടുകുത്തി നിന്ന് കാണിച്ചു കൊടുക്ക്. എങ്കിലേ നിന്റെ സബോർഡിനേറ്റ്സ് ഇതെല്ലാം പഠിക്കത്തുള്ളൂ. വാ, എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് മുട്ടുകുത്ത്. ഈ ഓണി ഇതൊന്നും തൊട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ എൽഡേഴ്സിനും. നോർക്ക് ഇത്ര ധൈര്യം കൊണ്ടിട്ടാണ് ഡീമൺ ലോണിന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്. എക്സ്പെഷ്യലി നമ്മുടെ ഇയോൺ ചിയോനും. പെട്ടെന്നായിരുന്നു അവരുടെ ബ്ലഡ് ലെസ്റ്റ് ഒക്കെ നേരെ പുറത്തേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്ന കുതിരയൊക്കെ പെട്ടെന്ന് പേടിച്ച് ചാടുകയും ചെയ്യും. എത്ര ധൈര്യം കൊണ്ടിട്ടാണ് ഇമ്പീരിയൽ കമാൻഡിന്റെ മുമ്പിലും പ്രിൻസിന്റെ മുമ്പിലും നിങ്ങൾ ഈ ഒരു ഒമ്നിയസുള്ള ഓറ പുറത്തേക്ക് വിട്ടത്? വിഡ്ഢികളെ, നിനക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഡിമോണിക് കൾട്ടാണെങ്കിലും ഞങ്ങൾ വന്നിരിക്കുന്നത് ദി റോയൽ ഫാമിലിയുടെ മൾട്ടി-മില്യൺ ആർമിയായിട്ടാണ്. ഡീമൺ ലോർഡ് അവനെ കണ്ടിട്ട് കറന്റ് എംപറിന്റെ സെക്കൻഡ് സൺ ആണെന്ന് തോന്നുന്നത്. താങ്കൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ പോയി സംസാരിച്ചോട്ടെ. അവനത്ര റീസണബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ പെർമിഷൻ തരുന്നു. അടുത്ത സെക്കൻഡ് അതേ നേരെ മുന്നിലേക്ക് നടന്നു. ഈ കിളവനാണോ മുന്നിലേക്ക് വരുന്നത്? പ്രിൻസ് ചെങ്, താങ്കളെ പോലെ ഒരാളെ കണ്ടത് ഞങ്ങളുടെ ഒരു ഹോണർ തന്നെയാണ്. എന്ത്, നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് അദ്ദേഹത്തിനെ മുട്ടുകുത്തി വെൽക്കം ചെയ്യാത്തത്? എത്രയും പെട്ടെന്ന് തന്നെ നിലത്തേക്ക് മുട്ടുകുത്ത്. അടുത്ത സെക്കൻഡിൽ ആ ഒരു എനർജി അവൻ്റെ ചുറ്റിനും വന്നു നിന്നു. നാശം,
എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അത് ഈ കിളവും കാരണം. എന്തിനേറെ എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല. യുവർ ഇമ്പീരിയൽ ഹൈനസ്, ഞങ്ങൾ ദി ഗ്രേറ്റ് ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിലെ ആൾക്കാർ ആരും തന്നെ ഡീമൺ ലോഡല്ലാതെ ഒരാളുടെ മുമ്പിൽ തലകുനിക്കാറില്ല. നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ ആയുള്ള നോൺ അഗ്രസീവ് ട്രീറ്റി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈക്വൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും ദി ഫസ്റ്റ് ഗ്രേറ്റ് എംബറിന് മുമ്പിൽ തലകുനിക്കേണ്ട കാര്യവുമില്ല. ആ ട്രീറ്റി അങ്ങനെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? നായെ, നിനക്കത്ര ധൈര്യമായിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്ന് നീ എന്നല്ല ചർച്ച ചെയ്യുന്നത്? നീയൊക്കെ എന്ത് ചെയ്യുവാണ്? അവനെ പിടിച്ചു കെട്ടി നിലത്തേക്ക് മുട്ടുകുത്താൻ നോക്ക്. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. നീക വിളിച്ചു വരുത്തിയതാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യേ. അവനായിട്ട് തൻ്റെ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്ത് അവരുടെ എല്ലാവരെയും സോഴ്സ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. എനിക്ക് അറിയാമായിരുന്നു അവനൊരു ഓർഡിനറി മാൻ അല്ലെന്ന്. പക്ഷേ നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്? അവനെ പോയി വെട്ടിക്കൊല്ലാൻ നോക്ക്. പക്ഷേ അവരെല്ലാവരും നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവരെങ്ങനെയൊക്കെ അവനെ അറ്റാക്ക് ചെയ്തു. എന്നാൽ നിസ്സാരമായി തന്നെ അവരെല്ലാവരും തന്നെ അവൻ ഡിഫീറ്റും ചെയ്തു. ഇതെങ്ങനെ സാധ്യമായി? ദ റോയൽ ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞത് മാർഷൽ ആർട്സ് പഠിച്ചതാണ്, അത് റോയൽ ഫാമിലിയിൽ നിന്ന്. എന്നിട്ടും ഇത്ര പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. അവനത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായില്ലേ? പക്ഷേ അവിടേക്ക് പോകുന്നതിനെക്കാട്ടും വേഗത്തിൽ എല്ലാവരും തിരിച്ച് പുറകിലേക്ക് ചാടുകയല്ല, അവരെല്ലാവരും ചോരയൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് തിരിച്ച് തെറിച്ച് വരികയായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ 6 സോഴ്സ് ആയിരുന്നു. വാങ്ങായിരുന്നു ആ കാണാൻ സാധിച്ചത്. എന്താടാ, ആർക്കെങ്കിലും ഇനി മുന്നിലേക്ക് വരുന്നോ? സൂക്ഷിച്ച്, ഇമ്പീരിയൽ ഹൈനസിനെ ഇപ്പം തന്നെ പ്രൊട്ടക്ട് ചെയ്യൂ. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും ഗാർഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കംപ്ലീറ്റ്ലി സേഫായിട്ട് നിർത്തുകയും ചെയ്തു. നീയൊക്കെ തീർന്ന്, നിൻ്റെയൊക്കെ ജീവിതം റൂയിനായി. നീ ശരിക്കും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലേ? ആ പറഞ്ഞത് ഇയോൺ ചെയ്യാനായിരുന്നു അവൻ്റെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട്. നാശം, ഇവൻ എപ്പോഴാണ് ഇവിടേക്ക് വന്നത്? ഇവനെ ഞാൻ വിട്ടുകൂടെന്ന് പറഞ്ഞിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. പിന്നെ കാണുന്നത് അവൻ്റെ നെഞ്ചിൽ നിന്ന് ചോര തെറിക്കുന്നതാണ്. അത് തന്നെ നിൻ്റെ ചുടു ചോര എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ ഫീൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്നാണ് കാറിയത്. കാര്യം അവൻ കണ്ട കാഴ്ച അവൻ്റെ കൈ മുറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നതായിരുന്നു. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.